പിന്നീട് ഇപ്പോൾ ആനയെ ഇത് മയക്കം വെടിയിപ്പിക്കുക, വലിയ തോതിലെങ്കിലും അതിനെ ഒന്ന് തണുപ്പിക്കുക, മയക്കം വെടിയിക്കുക എന്ന ഒരു ശ്രമമാണ് വനപാലകർ നടത്തുന്നത്. അവിടെ ആനയ്ക്ക് മുകളിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിന് ശേഷം പതുക്കെ ആനയെ ഉയർത്തുക എന്നതാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്. 4 ഗ്രൂപ്പുകൾ അടങ്ങുന്ന ഒരു സംഘമാണ് ഇവിടെ ഇതിനുവേണ്ടി ദൗത്യത്തിന് വേണ്ടി ഫോം ചെയ്തത്. 120 പേരടങ്ങുന്ന ഒരു ടോട്ടൽ സ്ക്വാഡ്. ഇവയെ പലതായി പകുത്തുകൊണ്ടാണ് നിന്നത്. അതിൽ ഓരോരുത്തർക്കും കൃത്യമായ ഉത്തരവാദിത്വം നൽകി അതിന് മുന്നോടിയായി ഇന്ന് ദൗത്യം ആരംഭിക്കുന്നതിന് മുന്നോടിയായി 5 മണിക്ക് തന്നെ ഈ മേഖല പൂർണ്ണമായും തന്നെയും വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിലേക്ക് ഒരാളെയും കയറ്റിവിടാൻ കഴിയാത്ത രീതിയിലേക്ക് നിയന്ത്രണം. ഇന്നലെയും ആ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുറെ കൂടി കർശനമാക്കുന്ന രീതിയിലേക്ക് ആ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ റോഡിൽ മുഴുവനായിട്ട് തന്നെ വനപാലകർ പല ഭാഗങ്ങളിലായി റോന്തി ചുറ്റുകയായിരുന്നു. ഒപ്പം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരാശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രിയോടുകൂടി ഈ വനം വകുപ്പിന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഇത് മാറി എന്നാണ് അവർ പറയുന്നത്. കാരണം കൃത്യമായി കണ്ടുവരാറുള്ള ഇടങ്ങളിൽ അതിനുശേഷം ആന ഒന്ന് പതുക്കെ ഉൾക്കാട്ടിലേക്ക് പിൻവലിഞ്ഞു. സാധാരണഗതിയിൽ അത് ചെയ്യാത്തതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആരോഗ്യനില മോശമായതുകൊണ്ട് അവശനിലയിലായതുകൊണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് പോകാത്തതാണ്. പക്ഷേ ഇന്നലെ ആന ഉൾക്കാട്ടിലേക്ക് പിൻവലിഞ്ഞതായിട്ട് വനം വകുപ്പിന് തോന്നി. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പുലർച്ചെ തന്നെ ഇതിനെ അന്വേഷിച്ച് നടക്കേണ്ട രീതിയിലേക്ക് വന്നു. സാധാരണ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ പലയിടത്തായിട്ട് ആനയെ പലപ്പോഴും തന്നെ കാണാമായിരുന്നു. ഈ അയ്യമ്പുഴ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം എല്ലാം പലപ്പോഴും അത് നിലയുറപ്പിക്കാറുണ്ട് രാവിലെയെല്ലാം. കാരണം ഈ പുഴയ്ക്ക് സമീപവും ഈ പനമ്പട്ടകൾ എളുപ്പത്തിൽ കിട്ടാവുന്നൊരു സാഹചര്യവും ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം വനത്തിലേക്ക് കയറിയാൽ അതിൻ്റെ ശാരീരിക അവശതകളുള്ളതുകൊണ്ട് അതിന് വളരെ ബുദ്ധിമുട്ടാണ് സാഹചര്യങ്ങൾ. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോകുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് പലയിടങ്ങളിലായിട്ട് ഇന്ന് കൂടുതലും ആനക്കൂട്ടങ്ങൾ ഇറങ്ങിയ ഒരു ദിവസം കൂടിയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. കാരണം പലയിടത്തായിട്ട് പല ബ്ലോക്കുകളിലായിട്ട് ആനക്കൂട്ടങ്ങളുണ്ടായിരുന്നു. നമ്മൾ തന്നെ രാവിലെ വിഷ്വൽസ് എടുക്കുമ്പോൾ തന്നെയും ഒരു 5 ആനകൾ അടങ്ങുന്നൊരു കൂട്ടമായിരുന്നു അവിടേക്ക് എത്തിയത്. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം വനം വകുപ്പ് എല്ലായിടത്തും തന്നെ ഈ കൂട്ടത്തിൽ ഇതുണ്ടോ എന്നുള്ളൊരു പരിശോധന വളരെ പെട്ടെന്ന് അവർ നടത്തുന്നുണ്ടായിരുന്നു. പുലർച്ചെ ആയതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഇതിനെ തെരഞ്ഞു പിടിക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പല ബ്ലോക്കുകളായി വനംവകുപ്പ് തിരയുകയും അതിൽ ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ ചെക്ക് പോസ്റ്റിന് കുറെ മാറി നിന്നുകൊണ്ടുള്ള ബ്ലോക്കിൽ 17-ാം ബ്ലോക്കിലെ യാർഡിന് സമീപമായിട്ട് 2 ആനകളെ കാണുന്നത്. അതിൽ ഒന്ന് ഇതാണെന്ന് ഉറപ്പിച്ചു. കാരണം പിന്നീട് വ്യക്തമായ ഈ ലൈറ്റ് അടിച്ചുകൊണ്ട് പരിശോധനയിൽ ആനയുടെ മസ്തകത്തിലെ പരിക്ക് വളരെ വ്യക്തമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായും ഈ ആന തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അത് ഡാർട്ട് ചെയ്തതിന് ശേഷം ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ഉണ്ടായിരുന്നൊരു പ്രശ്നം, ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന ഈ കാട്ടാന അതിൻ്റെ സ്ഥിരം ഇതിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നാട്ടുകാരിട്ട ഒരു ഓമന പേരാണ് ഏഴാറ്റുമുഖം ഗണപതി എന്നത്. അപ്പോൾ അതിന് ചില പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഉപദ്രവം സൃഷ്ടിക്കില്ലെങ്കിലും ഇത് പെട്ടെന്നൊന്നും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ആനയുമല്ല. പക്ഷെ അതിനൊപ്പമായിരുന്നു ഈ ആനയുണ്ടായിരുന്നത്. നേരത്തെ മയക്കുവെടി വെക്കാനായിട്ട് അന്ന് തെരഞ്ഞെടുത്ത സമയത്ത് 4 ആനകൾക്കൊപ്പം കണ്ടായിരുന്നു. പിന്നീട് അതിനെ ഒറ്റപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഈ മയക്കുവെടി നൽകിയത്. അത് ആദ്യഘട്ടത്തിൽ. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒറ്റപ്പെടുത്താനുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഒരാന മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനോ അതിനെ കാട്ടിലേക്ക് അയക്കാനും സാധിക്കും. അത് മാത്രവുമല്ല, പൂർണ്ണമായും എല്ലാം തന്നെ ഫിക്സ് ചെയ്ത എല്ലാ തയ്യാറെടുപ്പും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയ ഒരു മിഷനാണത്. അപ്പോൾ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കുകയും വേണം. ഇന്നലെ ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമായും പൂർത്തിയാക്കണം. ഇപ്പോൾ ആന എഴുന്നേറ്റിരിക്കുന്നു എന്നതാണ്. ആന ഉണർത്തിയിരിക്കുന്നു. മറ്റ് കുങ്കി ആനകളുടെ സഹായത്തോടെ അതിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ ലോറിയിലേക്ക്, അതായത് അനിമൽ ആംബുലൻസിലേക്ക് കയറ്റുക എന്നതാണ് ദൗത്യത്തിന്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആന എഴുന്നേറ്റിരിക്കുന്നു എന്നത്, അത് ഉണർന്നിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. താഴേക്ക് വീഴുമ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരടക്കം അത്ര ഒരു സംശയങ്ങൾ ഉയർത്തിയിരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടുകൂടി ഉയർത്തിയിരിക്കുന്നു എന്നതാണ്. തൊട്ടു പിന്നിൽ കൊന്നി സുരേന്ദ്രനും വിക്രമവും കുഞ്ചുവുമുണ്ട്. അവർ പൂർണ്ണ സജ്ജരായിട്ട് തന്നെയാണ്. ഇത്തരം രംഗങ്ങൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത പരിചയമുള്ള ആനകൾ കൂടിയാണ് കുങ്കി ആനകൾ. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തന്നെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തത്.
നേരത്തെ അരിക്കൊമ്പനെ അടക്കം പിടികൂടുമ്പോഴെല്ലാം തന്നെ വളരെ നിർണായക ദൗത്യം വഹിച്ച ആനകൾ തന്നെയാണ് ഈ കുങ്കിയാനകൾ എന്ന് പറയുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള അവർ തന്നെയാണ് ഈ മിഷനും ഏറ്റെടുത്തുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ആന ഉയർത്തിയിരിക്കുന്നു എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ആശങ്കകൾക്ക് വിരാമമായിരിക്കുന്നു എന്നതാണ്. ഒരു ചെറിയ തോതിലെങ്കിലും അത് ആശങ്കകൾ അവസാനിച്ചിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച്. ഏതായാലും ആന എഴുന്നേറ്റ് നിൽക്കുന്നത് അതൊരു ശുഭസൂചകമായ ഒരു കാര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട കാഴ്ച അത് ദയനീയമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു മൃഗം, ഇത്രയും വലിയൊരു ജീവി അത് പൊടുന്നനെ അത് താഴേക്ക് വീഴുന്നു എന്നതായിരുന്നു. അത് വലിയ ആശങ്ക ഉയർത്തിയിരുന്നു, അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്. കാരണം ഇതിന് ഈ ഒരു വലിയ വിദൂര കാലത്തിലല്ലാതെ 2 തവണയാണ് മയക്കുവെടി നൽകേണ്ടി വന്നത്. അപ്പോൾ അത് ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഒപ്പം തന്നെയാണ് ഇതിന് മസ്തകത്തിലേറ്റ മുറിവ് അത് കുറെ കൂടി വലുതായിരിക്കുന്നു, അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിന് ശ്വാസമെടുക്കാനോ വെള്ളമെടുക്കാനോ കഴിയാത്ത രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് അത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ആനയ്ക്ക് ഉള്ള സ്ഥിതിക്ക് നിലവിൽ അത് വീഴുമ്പോൾ അതിന് വലിയ ആശങ്ക ഈ ചുറ്റുപാടുമുള്ളവരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടെ താഴേക്ക് വീണ ആനയെ എപ്പോൾ ഉയർത്താൻ കഴിയും, ഉയർത്തി എഴുന്നേറ്റ് നിർത്താൻ കഴിയുമെന്നത് സംബന്ധിച്ച വലിയ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഡോക്ടർമാരുടെ സംഘമെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഉടൻ തന്നെ ആനയ്ക്ക് വെള്ളവും അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസും നൽകുന്നു. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം മരുന്ന് നൽകിയതിന് ശേഷം അതിന് ദേഹത്തേക്ക് വളരെയധികം വെള്ളം അവിടെ കോരി ഒഴിക്കുന്നു. അങ്ങനെ ആനയൊന്ന് ചെറിയ രീതിയിലെങ്കിലും ഉണർത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് 3 കുങ്കി ആനകൾക്ക് നടുവിൽ നിൽക്കുന്ന ഈ ആനയാണ്. ഇനിയുള്ളത് വൈകാതെ ഈ അനിമൽ ആംബുലൻസ് സജ്ജമാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കയറ്റുക എന്നതാണ്. അതിനുവേണ്ടി എളുപ്പത്തിൽ കയറ്റുക എന്നത് അതിനുവേണ്ടിയാണ് JCB ഉപയോഗിച്ച് അതിന് കയറാൻ പറ്റുന്ന രീതിയിൽ പാകത്തിൽ മണ്ണ് അവിടേക്ക് നിറച്ചു. അതിന് മുകളിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ ബാക്ക് ഡോർ തുറന്നു വെച്ചിരിക്കുന്നത്, ചവിട്ടി കയറാൻ പറ്റുന്ന രീതിയിൽ. ഇനി അതിനകത്തേക്ക് സാധാരണഗതിയിൽ നമ്മളെല്ലാം തന്നെ പലപ്പോഴും ഇത്തരം ദൗത്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ആനകൾ അതിന് കുങ്കി ആനകൾ തള്ളി അകത്തേക്ക് കയറ്റുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടുള്ളത്. ആ രംഗം തന്നെയായിരിക്കും ഇവിടെയും അനുവർത്തിക്കുക. അതിനെ തള്ളി അകത്തേക്ക് കയറ്റുക. അതിനുശേഷം അകമ്പടിയോടുകൂടി നേരെ മലയാറ്റൂരിലെ അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. ഏതായാലും ഏറെ ആശങ്കകൾ ഉയർത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അകത്തേക്ക് പോകുമ്പോൾ ഈ ആനയെ പതിവായിട്ട് കാണുന്നുണ്ടെങ്കിലും ആന ഈ വനമേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പിടികൂടുക എന്നത് കുറച്ച് ദുഷ്കരമായ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ താഴെ ഈ പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളാണെങ്കിലും അവിടെ വെച്ച് പിടികൂടിയാലും ആനയെ മയക്കുവെടി വെച്ചാലും മുന്നോട്ട് അതിനെ കൊണ്ടുപോകുക എന്നതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതിന് അനുയോജ്യമായി തോന്നിയ ആ സ്ഥലത്ത് വെച്ച് തന്നെ ആദ്യ ഡോസ് മയക്കുവെടി ഡോക്ടർ അരുൺ സക്രിയ ഉതിർത്തത്. അത് വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ട് അവരൊരു കണക്ക് കൂട്ടലുകളിലേക്കെല്ലാം തന്നെ എത്തി. അപ്പോൾ ആനയ്ക്ക് കൂടുതൽ വെള്ളം അതിന് മസ്തകത്തിലേക്കും മുഖത്തേക്കും എല്ലാം തന്നെ ഒഴിക്കുകയാണ്. കാരണം അതിനെ കുറച്ചെങ്കിലും അത് ഒരു ഉണർവ് വരേണ്ടതുണ്ട്. അതിനകത്തേക്ക് കയറണമെങ്കിൽ അതിന് പൂർണ്ണമായ മയക്കം വിടാനും സാധിക്കുകയില്ല. എന്നാൽ